മഴയും കുന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആമസോൺ വ്യൂ പോയിന്റ് കക്കാടംപുഴ ഒന്നും പോവേ വേണ്ട കേട്ടോ. എൻ്റെ വീട്ടിലുള്ള പുറത്തുള്ള നല്ല വ്യൂ ആട്ടോ ഗൈസ്. നല്ല മഞ്ഞും കാര്യങ്ങളുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിക്കും. കണ്ടോ ഗൈസ്, ഒരു മിനി ആമസോൺ വ്യൂ ആണ് കേട്ടോ എൻ്റെ വീട്ടിന് മേലെ നിന്ന് നമുക്ക് കാണാൻ പറ്റുക. സാധാരണ നേരത്തെ എണീക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ വ്യൂ കാണാത്തത് കേട്ടോ. ഇന്ന് നേരത്തെ എണീറ്റപ്പോഴാണ് ഞാൻ ഈ വ്യൂ കണ്ടത്. ഇന്ന് നേരത്തെ ഇങ്ങോട്ടാണല്ലേ പോകണത്. ഇന്ന് എനിക്കൊരു പ്രത്യേക ദിവസം കേട്ടോ. ഇനി നമ്മളൊരു പുതിയൊരു കാര്യത്തിലോട്ട് കിടക്കാട്ടോ. നമ്മളൊരു സ്കൂളിൽ നിന്ന് പാക്കേജ് എടുത്തിട്ട് അവർ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസത്തെ ട്രിപ്പിന് ഞാനാണ് കേട്ടോ അവരെ കൂടെ പോകണത്. ഞാൻ ബസ് കയറിയപ്പോൾ തന്നെ അവരെല്ലാവരും ഒരേ പൊളിയായിരുന്നു കേട്ടോ. കാരണം അവർക്ക് ബസ്സിൻ്റെ ലൈറ്റും കാര്യങ്ങളും ആംബിയൻസും ഒക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒരേ വൈബ് തന്നെയായിരുന്നു കേട്ടോ. അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തേ. അങ്ങനെ കുറച്ച് വൈബൊക്കെ ആയതിനു ശേഷം നമ്മൾ നേരെ അവരെ കൂട്ടിക്കൊണ്ടുവന്നത് മ്യൂസിയത്തിലോട്ടാട്ടോ. നമ്മൾ കോയമ്പത്തൂരുള്ള ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിലോട്ടാണ് ഞാൻ ആദ്യം തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കയറുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ മ്യൂസിയത്തിനുള്ളിൽ കാര്യമായിട്ട് ഓരോ അനിമൽസിൻ്റെ ഇമോഷൻസ് കാര്യങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് കൊണ്ടുവന്ന് സ്റ്റെഫ് ചെയ്യുന്നതാണ് ഈ ഒരു മ്യൂസിയത്തിൽ മെയിനായിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ പണ്ട് ആളുകൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, തോക്കുകൾ, അങ്ങനത്തെ ഓരോ പാർട്ട് കാര്യങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മ്യൂസിയം വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ ബസ്സിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് ഫുഡ് കഴിക്കാനാണ് നെക്സ്റ്റ് പോകുന്നത്. അതിനിടയിൽ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ഇങ്ങനത്തെ പച്ചപ്പുള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നാട്ടിൽ മാത്രമല്ല ഈ ഒരു പ്രദേശത്തൊക്കെ ഇത് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? പിന്നെ കോയമ്പത്തൂർ വന്നാൽ നല്ല ഫുഡ് കിട്ടില്ല എന്നുള്ളത് പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് ഹോട്ടലും ബെസ്റ്റ് ഫുഡും തന്നെ കിട്ടിയിട്ടോ. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലും ഇവർക്ക് ആർക്കും ഒരു കംപ്ലയിൻസും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും അത് അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് പോയത് ആദിയോഗി എന്ന് പറഞ്ഞ പ്ലേസിൽ കേട്ടോ. ഈ ഒരു പ്ലേസിനെ പറ്റി ഞാൻ വിശദമായിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുപോലെ ഒന്ന് കാണണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോൾ അടുത്ത സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ ആദിയോഗി കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രോഗ്രാമാണ് 7 മണിക്കുള്ള ലൈറ്റ് ഷോ കേട്ടോ. അത് കാണാനാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ശിവൻ്റെ ഒരു സ്റ്റാച്ചു മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. ഇവിടെ ഇഷ യോഗ സെൻറ്റർ എന്ന് പറയുന്നൊരു യോഗ സെൻറ്റർ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇവിടെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ സ്റ്റേയും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെപ്പോലെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്. പിന്നെ കോയമ്പത്തൂർ വന്നാൽ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു പ്ലേസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തിട്ടോ. കാരണം അടിപൊളി വ്യൂവും വൈബും ആണ് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ വന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഈ ലൈറ്റ് ഷോ ഓൺ ആയിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് നല്ലൊരു ഇടിവെട്ട് മഴയും കൂടെ പെയ്തിട്ട് ഇവിടെ കാണാൻ വന്ന ആരും മഴ ആയതുകൊണ്ട് പോലും ആരും തിരിച്ചു പോയതില്ല കേട്ടോ. എല്ലാവരും ഈ ഒരു ലൈറ്റ് ഷോ കാണാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടും എല്ലാവരും ഒരേ പൊടിയിൽ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വന്ന കുട്ടികളൊക്കെ മഴ വെയിലും ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് അവർക്ക് ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ലൈറ്റ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു അടിപൊളി വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒരു മാളിലോട്ടാട്ടോ. നമ്മളെല്ലാവരും അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ മാളിലോട്ടാണ് കയറിയത്. ഇവിടെ നിന്ന് ഇവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് മാളൊന്ന് വിസിറ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിട്ടോ. അത് നമ്മളെല്ലാവരും നമുക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് നമ്മുടെ മാളിൻ്റെ ഔട്ട് സൈഡാണ് കേട്ടോ. നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ. അവിടെ കുറച്ച് സോങ്ങിൻ്റെ ടീംസൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ ബസ് കയറിയിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ പാക്കേജും കാര്യങ്ങളും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യണേ. ബൈ.